നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 386 386. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്ലോകം 17. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 16-ാം അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകം മുതൽക്കാണ് എന്ന് പറയേണ്ടത്. മാതൃഭക്തി പരസ്ത്രീഷു പത്നിയാം അർദ്ധൈവാത്മന പ്രജാസു പിതൃവൽ സ്നിഗ്ധ കിങ്കരോ ബ്രഹ്മവാദിനാം. സ്വർണ്ണലിപിയിൽ എഴുതി വെക്കേണ്ട ശ്ലോകമാണ്. എന്താ അതിനർത്ഥം? ഓരോ പുരുഷനും അന്യ സ്ത്രീകളെ കാണുമ്പോൾ അമ്മയായി കാണണം. മാത്രമല്ല, വിവാഹം കഴിച്ച് കൊണ്ടുവന്ന സ്ത്രീക്ക് അർദ്ധശരീരം കൊടുക്കണം. അപ്പോൾ അർദ്ധനാരീശ്വരനാണ്. നാരിയുടെ ഈശ്വരനാണ് ആരെ? ആണുങ്ങൾ, ഭർത്താവ്. അപ്പോൾ അത് പാർവതി പരമേശ്വരന്മാരെ നോക്കിക്കൊണ്ട് അനുവർത്തിച്ചും കൊണ്ട് ആണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും കള്ളു കുടിച്ച് വന്ന് അവരെ അസഭ്യം പറയുകയോ അവരെ അടിക്കുകയോ തൊഴിക്കുകയോ അവരെ മര്യാദയില്ലാതെ കണ്ട് ചെറുതായിട്ട് കാണുകയോ ഒക്കെ ചെയ്താൽ ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് ഘോര പാപമുണ്ട് എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഇത് ഒരാചാര്യൻ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ആ ആചാര്യന് ദോഷം വരും. അതാണ് അത് വളരെ വ്യക്തമായിട്ട് പറയേണ്ടതെന്ന് നോക്കിക്കോളൂ. അന്യ സ്ത്രീകളിൽ മാതാവിലെന്ന പോലെ ഭക്തി ഉള്ളവനും സ്വഭാര്യയിൽ സ്വശരീരാർത്ഥത്തിലെന്ന പോലെയും അവരവരെ നുള്ളിയെ വേദനിക്കില്ലേ? അപ്പോൾ നമ്മൾ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന് അഗ്നിസാക്ഷിയായിട്ട് സ്വീകരിച്ചിട്ടുള്ള സ്ത്രീനെ ഉപദ്രവിച്ചാലത്തെ സ്ഥിതി എന്താ ആലോചിച്ച് നോക്കൂ. ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് അണ്ടർ ദി സൺ, സൂര്യൻ്റെ താഴെ എല്ലാവർക്കും ബാധകമാണ്. ആരാണ് ഇതിനെ അനുവർത്തിക്കുന്നത് അവർക്കൊക്കെ ഇത് ബാധകമാണ്. നന്നായിട്ടുണ്ടാവും. ഇത് ഇന്നും മതക്കാരെന്നല്ല പറഞ്ഞത്, എനിബഡി. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രജകളിൽ പിതാവിനെ പോലെ സ്നേഹമുള്ളവനും വേദം അറിയുന്നവരുടെ ദാസനുമായിരിക്കുന്ന. ആരുടെ ദാസൻ എന്നാണ് പറഞ്ഞത്? വേദം അറിയുന്നവരെ, അതായത് ദേവൻ്റെ എന്നർത്ഥം, അല്ലെങ്കിൽ ഈശ്വരൻ്റെ. വിജ്ഞാനമുള്ളവൻ്റെ ദാസനായിട്ട് നമുക്ക് കഴിയാം, ഒരു കുഴപ്പമില്ല. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയണു. ഈ മഹാരാജാവ് പരസ്ത്രീകളിൽ സ്വമാതാവിൽ എന്ന പോലെ ഭക്തിയുള്ളവനും സ്വഭാര്യയിൽ സ്വശരീരത്തിൻ്റെ അർദ്ധാംശത്തിൽ എന്ന പോലെ പ്രീതിയുള്ളവനും. അപ്പോഴാണ് ആ കുടുംബം രക്ഷപ്പെടുള്ളൂ. സ്വപ്രജകളിൽ അവരുടെ പിതാക്കന്മാരെ പോലെ സ്നേഹമുള്ളവനും വേദജ്ഞന്മാരുടെ കിങ്കരനുമായിരിക്കും. അപ്പോൾ ശ്രീ ചെറുശ്ശേരിയിൽ ആർ കരുണാകരൻ പിള്ള നമ്മൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹം എന്താ? ഭാഗവത ഭക്തദാസൻ. അതന്നെ ഈ കിങ്കരൻ എന്ന് പറഞ്ഞ അർത്ഥം. ഭാഗവതം പഠിക്കുന്നവരുടെ കിങ്കരനാണ് ഞാൻ. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും, അപ്പോൾ ഭാഗവതം പഠിക്കുന്നവരെ ഭഗവാന്റെ കിങ്കരന്മാരാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇനി അടുത്ത ശ്ലോകം 18. ദേഹിനാം ആത്മവൽ പ്രേഷ്ട സുഹൃതാം നന്ദിവർദ്ധന മുക്തസംഗ പ്രസംഗോ അയം ദണ്ഡപാണിരസാധുഷു. ദേഹമുള്ളവർക്ക് ആത്മാവെന്ന പോലെ, ദേഹമില്ലാത്തവർക്ക് ആത്മാവിനെ അറിയാൻ പറ്റില്ല. നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് ആ ചൈതന്യം, ഉള്ളിലുള്ള ചൈതന്യമാണ് ആത്മാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരമപ്രേമമുള്ളവനും സുഹൃത്തുക്കൾക്ക് സുഖത്തെ വർദ്ധിപ്പിക്കുന്നവനും സംഘം ഉപേക്ഷിച്ചവരിൽ പ്രകൃഷ്ടമായ സംഘമുള്ളവനും. അതാണ് എല്ലാവരെയും സ്നേഹിക്കുക. സംഘം ആരോടും വേണ്ടാന്നാ. കാരണം നമ്മൾ വന്നത് ഒറ്റയ്ക്ക്, പോകുന്നത് ഒറ്റയ്ക്ക്. അതുകൊണ്ടാണ് പറയാൻ കാരണം. ദുർജനങ്ങളിൽ
അന്തകനെന്ന പോലെയും ഇരിക്കുന്ന. അപ്പം അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. ദുർജനങ്ങളിൽ അന്തകനെന്ന പോലെയും ഇരിക്കണം, ആരാണെങ്കിലും ശരി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോകുമ്പോൾ സകല ശരീരികളും അവരുടെ ആത്മാവിനെ എന്ന പോലെ ഈ രാജാവിനെ സ്നേഹിക്കും. സുഹൃജനങ്ങൾക്ക് ഇദ്ദേഹം സുഖത്തെ വർദ്ധിപ്പിക്കും. വിഷയസംഘം ഉപേക്ഷിച്ചിരിക്കുന്ന ജ്ഞാനികളിൽ പ്രകൃഷ്ടമായ ചേർച്ച ഉള്ളവനായിരിക്കും. അതാണ് അപ്പോൾ ദുർവ്യാപാരത്തിൽ ഏർപ്പെടുന്നവരിൽ ഇദ്ദേഹം അന്ധകതുല്യനുമായിരിക്കും. അദണ്ഡ്യനെ ദണ്ഡിക്കയില്ലെന്ന് മുമ്പ് പറഞ്ഞതിൽ പക്ഷപാതമില്ലായ്മയും അസാധുഷു ദണ്ഡപാണിരവ എന്നതുകൊണ്ട് അപരാധികളെ ഉപേക്ഷിക്കില്ല എന്നും കാണിച്ചു. അതായത് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്ന വേണം. 19ാമത്തെ ശ്ലോകം. അയം തു സാക്ഷാൽ ഭഗവാൻ സ്ത്രീധീഷ കൂടസ്ഥ ആത്മാകലയാവതീർണ യസ്മിൻ അവിദ്യാരചിതം നിരർത്ഥകം. അതാണ് യസ്മിൻ അവിദ്യാരചിതം നിരർത്ഥകം പശ്യന്തി നാനാർത്ഥം അഭിപ്രതീതം. ഇവനാകട്ടെ അവിദ്യയാൽ കൽപ്പിക്കപ്പെട്ടതും കാണപ്പെടുന്നുവെങ്കിലും അനേകത്വം യാതൊരുവനിൽ അർത്ഥമില്ലാത്തതായിരിക്കുന്നുവോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ്. എന്താ ഇമ്പോർട്ടൻ്റ്? അർത്ഥമില്ലാതെ ഇരിക്കുന്നവൻ, യാതൊരുവനിൽ അർത്ഥമില്ലാതായിരിക്കുന്നുവോ. 3 ഗുണങ്ങളുടെ നിയന്താവും, അതായത് പ്രകൃതിയുടെ നിയന്താവും, വികാരരഹിതനും, കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ വികാരരഹിതനും ആത്മാവുമായ സാക്ഷാൽ ഭഗവാൻ, സാക്ഷാത്തായ ഈശ്വരൻ അംശത്തോടുകൂടെ അവതരിച്ചവനാകുന്നു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഈ മഹാരാജാവാകട്ടെ അജ്ഞാനത്താൽ കൽപ്പിക്കപ്പെട്ടതും പരമാർത്ഥമെന്ന പോലെ പ്രകാശിക്കുന്നതുമായ ഈ കാണപ്പെടുന്ന നാനാത്വം യാതൊരുവനിൽ ഇല്ലയോ. നാനാത്വം ഉണ്ടാവാൻ പാടില്ല എന്നാണ്. നാനാത്വത്തിൽ ഏകത്വം കാണണം, ഏകത്വത്തിൽ നാനാത്വം കാണാൻ പാടില്ല. നിർവികാരനും കൂടസ്ഥനും അന്തര്യാമിയുമായ ആ സാക്ഷാൽ ഭഗവാന്റെ അംശത്തോടുകൂടെ അവതരിച്ചവനാകുന്നു എന്നാണ് പറഞ്ഞത്. വളരെ ഇതായിട്ട് അസന്നിഗ്ധമായിട്ട് പറയണ്ടായി. ഇനി 20ാമത്തെ. അയം ഭുവോ മണ്ഡലമോദയാദ്രീർഗോപ്തൈകവീരോ നരദേവനാഥ ആസ്ഥായ ചൈത്രം രഥമാത്തജാപാം പര്യസ്യതേ ദക്ഷിണതോ യഥാർഘ. അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? നിസ്തുല വീരനും, അതായത് തുല്യം, ഇദ്ദേഹത്തിനെ പോലെ തുല്യമായിട്ട് ആരുമില്ല, ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോലെ തുല്യമായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവരും ഇൻഡിപെൻഡൻ്റാണ്. രാജാക്കന്മാരുടെ രക്ഷിതാവുമായ ഇദ്ദേഹം ചാപത്തെ ധരിച്ചവനായിട്ട് ജയപ്രദമായ രഥത്തെ അധിവസിച്ചിട്ട് ഉദയപർവ്വതം മുതൽക്കുള്ള ഭൂമണ്ഡലത്തെ രക്ഷിക്കും. സൂര്യൻ എന്ന പോലെ വലത്തുഭാഗമായിട്ട് സഞ്ചരിക്കും. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഭഗവാന്റെ അംശാവതാരം ഉണ്ടായിരിക്കുന്നതിൻ്റെ പ്രയോജനത്തെ പറയുന്നു. നിസ്തുല പരാക്രമശാലിയും രാജാതിരാജനും ഈ ചക്രവർത്തി ഏകനായിട്ട് ഉദയപർവ്വതം മുതൽക്കുള്ള ഭൂമണ്ഡലത്തെ ധർമ്മപ്രകാരം പരിപാലിക്കും. അതാണ് ധർമ്മപ്രകാരം. അതിന് വായിച്ചു പഠിക്കണം. ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം. എൻ്റെ ഇഷ്ടമല്ല, തന്നിഷ്ടം പറയരുത്. ധർമ്മം ആണ്. അതിന് വേണ്ടിയിട്ട് കയ്യിൽ ചാപബാണങ്ങളെ പിടിച്ച് ജയപ്രദമായ തേരിൽ ഇരുന്ന് സൂര്യനെ പോലെ വലത്തുഭാഗമായിട്ട് പ്രദക്ഷിണം ചെയ്യും എന്ന് പറഞ്ഞു. ഇനി 21ാമത്തെ ശ്ലോകം. അസ്മൈ നൃപാല കില തത്ര തത്ര ബലിം ഹരിഷ്യന്തി സലോകപാല മംസ്യന്തയേഷാം സ്ത്രിയ ആദിരാജ ചക്രായുധം തദ്യശ ഉദ്ധരന്ധ്യാം. അവിടവിടെ ലോകപാലന്മാരോടുകൂടിയ രാജാക്കന്മാർ ഇവനായിക്കൊണ്ട് കപ്പത്തെ സമർപ്പിക്കും. അതായത് റവന്യൂ എന്ന് പറയാം, കപ്പം. ഇവരുടെ സ്ത്രീകൾ അവൻ്റെ യശസ്സിനെ ഉദാഹരിക്കുന്നവരായിട്ട്
ആദിരാജാവായ ചക്രായുധനെന്ന് അറിയും. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചക്രത്തിൻ്റെ രേഖയുണ്ട്. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാം. ലോകരക്ഷാർത്ഥം ചൈത്രരഥത്തിൽ ഇരുന്ന്, നമ്മളൊക്കെ ലോകരക്ഷാർത്ഥമായിരിക്കണം. ലോകാ സംസ്ഥ സുഖിനോ ഭവന്തു. അപ്പോൾ ഭൂപ്രദക്ഷിണം ചെയ്യുന്ന സമയം പൂർവാദി ദിക്കുകളിൽ ഈ മഹാനായ ചക്രവർത്തി എത്തുമ്പോൾ ആ ദിക്കിൻ്റെ അധിപനായ ദിക്പാലനും, ദിക്പാലൻ എന്ന് പറഞ്ഞാൽ അല്ലേ അഷ്ടദിക്പാലകന്മാരെന്ന് പറയും, അവിടെ പരിപാലിക്കുന്ന സാമന്ത രാജാക്കന്മാരും ഇദ്ദേഹത്തിന് കപ്പം സമർപ്പിച്ച് പൂജിക്കും. ഈ മഹാരാജാവിൻ്റെ കീർത്തിയെക്കുറിച്ച് ഗാനം ചെയ്യുന്ന ആ രാജപത്നികൾ ആദിരാജാവായി അവതരിച്ചിരിക്കുന്ന ചക്രായുധനാണ് ഇവനെന്ന് അറിയും എന്ന് പറഞ്ഞു. ഓക്കെ, 22ാമത്തെ ശ്ലോകം. അയം മഹീം ഗാം ദുദുഹേ അധിരാജ പ്രജാപതിർവൃത്തികര പ്രജാനാം യോ ലീലയാധ്രീൻ ശശരാസഗോട്യാം ബിന്ധൻ സമാം ഗാമകരോദ്യതേന്ദ്രാം. പ്രജകൾക്ക് ഉപജീവനദ്രവ്യത്തെ ഉണ്ടാക്കുന്നവനും, അവരവരുടെ നാട്ടിൽ ഓരോരുത്തർക്കും ഉപജീവനദ്രവ്യം ഉണ്ടോ ഇല്ലയെന്ന് അറിയണം. അതിപ്പോൾ ഈ ഇലക്ഷൻ വരുമ്പോൾ 100 രൂപ കൂട്ടി അല്ലേ പറയും 600 രൂപയായിരുന്നു, അതിപ്പോൾ 1600 ആക്കി. 1000 രൂപ 100 രൂപ ഓരോ കൊല്ലത്തിന് ഇൻക്രീസ് ചെയ്തു. റവന്യൂ നമ്മുടെ ആണെന്നുള്ളത് 2 കൂട്ടക്കാരും LDF UDF മനസ്സിലാക്കണ്ടേ? അപ്പോൾ എത്ര കണ്ട് രാഷ്ട്രബോധം ഉണ്ടെന്നുള്ളത് കൂടി നോക്കണം. രാഷ്ട്രബോധം. അപ്പോൾ പറയണു പ്രജാരക്ഷകനുമായ ഈ ചക്രവർത്തി ഗോരൂപമെടുത്തിരിക്കുന്ന ഭൂമിയെ ദോഹനം ചെയ്തു. എന്നിട്ടോ യാതൊരുവൻ ഇന്ദ്രനെ പോലെ തൻ്റെ വില്ലിൻ്റെ അഗ്രത്താൽ ലീലയാ പ്രയാസം കൂടാതെ തൻ്റെ വില്ലിൻ്റെ അഗ്രത്താൽ പ്രയാസം കൂടാതെ പർവ്വതങ്ങളെ പിളർന്നിട്ട് ഭൂമിയെ സമമാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി തീർത്തു എന്നാ അർത്ഥം പറയാം. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാം. മഹാനായ ഈ ചക്രവർത്തി ഭൂമിയെ രക്ഷിക്കുന്ന സമ്പ്രദായത്തെ പറയുന്നു. രാജാതിരാജനായ ഇദ്ദേഹം പ്രജകൾക്ക് വേണ്ടുന്ന ഉപജീവനദ്രവ്യത്തെ സമ്പാദിച്ച് അവരെ വേണ്ടതുപോലെ രക്ഷിപ്പാൻ വേണ്ടിയിട്ട് പശുരൂപത്തെ ധരിച്ചിരിക്കുന്ന ഭൂമിയെ കറക്കും. ഇന്ദ്രൻ വജ്രായുധം കൊണ്ടെന്ന പോലെ ഇദ്ദേഹം തൻ്റെ വില്ലിൻ്റെ അഗ്രത്താൽ പ്രയാസം കൂടാതെ പർവ്വതാദികളെ തട്ടി നിരത്തിയിട്ട് ഭൂമിയെ സമപ്രദേശമാക്കി തീർക്കും, അല്ലെങ്കിൽ തീർത്തു എന്ന് പറയാം. 23 എന്താ ശ്ലോകം? വിസ്ഫൂർജയന്നാജഗവം ധനുസ്വയം യഥാചരൽഷ്മാമവിഷഹ്യമാജു തഥാ നിലില്യുർദിശി ദിശ്യസന്തോ ലാംഗൂലമുദ്യമയഥാ മൃഗേന്ദ്രാം. ഇതാണ് ശ്ലോകം. സിംഹം ഉയർത്തിയിട്ടെന്ന പോലെ ഈ മഹാരാജാവ് അജത്തിൻ്റെയും ഗോവിൻ്റെയും കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ലിനെ എപ്പോൾ, അതായത് ഡങ്കാര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് എപ്പോൾ സഞ്ചരിക്കുമോ അപ്പോൾ അസത്തുക്കൾ ദിക്കുതോറും ചെന്നൊളിക്കും. കാരണം അവിടെ കുറ്റവാളിനെ കണ്ടാൽ മോക്ഷം കൊടുക്കൽ തന്നെയാണ്. അതാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാം. ഈ ചക്രവർത്തിയുടെ നേരിട്ട് നിൽക്കാൻ ലോകത്തിൽ ആരും ഉണ്ടാകയില്ല എന്നാണ് പറയുന്നത്. സിംഹം വാലുയർത്തി അലറിക്കൊണ്ട് കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ ക്ഷുദ്രമൃഗങ്ങൾ ഓടുന്നത് പോലെ ഈ വീരാഗ്രഗണ്യൻ സ്വധനുസിനെ ശബ്ദിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ ആ ഡങ്കാരനാഥ ശ്രവണത്താൽ തന്നെ രാജദ്രോഹികൾ ദിക്കുതോറും പാഞ്ഞൊളിക്കും. രാജദ്രോഹികൾക്ക് രാജാവിനെ പേടിയുണ്ടാവണം. ഇന്ന് അതില്ല. അവിടെയാണ് ഈ പ്രശ്നം. 24 യേഷോ അശ്വമേധാൻ ശതമാജഹാര സരസ്വതി പ്രാദുരഭാവി അത്ര
ആഹാരശീദ്യസ്യ ഹയം പുരന്തര ശതക്രതുശ്ചരമേ വർത്തമാനേ. ഇതാണ് ശ്ലോകം. ഇദ്ദേഹം 100 അശ്വമേധങ്ങളെ ആഹരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിഷ്ണു തന്നെയാണ്. അപ്പോൾ യജ്ഞത്തിൻ്റെ യജ്ഞഭാഗം സ്വീകരിക്കുന്ന തന്നെയാണ് പറഞ്ഞത്. സരസ്വതി നദി യാതൊരിടത്തിൽ ഉത്ഭവിച്ചുവോ അവസാനത്തേത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 100 അശ്വമേധം ചെയ്തിട്ടുള്ള ഇന്ദ്രൻ യാതൊരുവിൻ്റെ കുതിരയെ അപഹരിക്കും. കാരണം ഇന്ദ്രന് പേടിയാണ് തൻ്റെ സ്ഥാനം പോവോ. ഏത് രാജാക്കന്മാരാണ് 99ാമത്തെ അശ്വമേധം കഴിച്ചത്? 100 ആവാൻ സമ്മതിക്കില്ല. അപ്പോൾ പറയണു, പിന്നെ സരസ്വതി നദി ഉത്ഭവിച്ചിരിക്കുന്ന സ്ഥാനത്തിൽ ഇദ്ദേഹം 100 അശ്വമേധം നടത്തും. 100ാമത്തെ യാഗത്തിന് സഞ്ചരിപ്പിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അശ്വത്തെ ഇന്ദ്രൻ അപഹരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രൻ 100 അശ്വമേധം നടത്തിയിട്ടാണ് ആ സ്ഥാനത്തിൽ എത്തിയിരിക്കുന്നത്. സ്വസ്ഥാനത്തെ ഇദ്ദേഹം അപഹരിക്കും എന്ന ഭയത്താൽ 100ാമത്തെ യാഗത്തെ മുടക്കാൻ കുതിരയെ അപഹരിക്കും. അതാണ് ഇന്ദ്രന്റെ തൊഴിൽ. 25ാമത്തെ ശ്ലോകം. ഏഷസ്വസ്ഥൽമോ ഉപവനേ സമേത്യ സനൽകുമാരം ഭഗവന്തമേകം ആരാധ്യ ഭക്ത്യാലത ലഭതാമലം തത് ജ്ഞാനം യതോ ബ്രഹ്മപരം വിദന്തി. ജ്ഞാനമാണ് ഉയർന്നു നിൽക്കേണ്ടത് എപ്പോഴും. ഇദ്ദേഹം തൻ്റെ രാജധാനിയുടെ സമീപത്തുള്ള പൂങ്കാവിൽ ഭഗവാനും ഏകനുമായ സനത്കുമാരനെ പ്രാപിച്ചിട്ട് ഭക്തിപൂർവം പൂജിച്ചിട്ട് നിർമ്മലമായ ആ ജ്ഞാനത്തെ ലഭിക്കും. യാതൊന്നിൽ നിന്ന് പരബ്രഹ്മത്തെ അറിയുന്നു. പരബ്രഹ്മത്തെ അറിയലാണ് നമ്മുടെ ജീവിതോപാധിയായിട്ടിരിക്കേണ്ടത്. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാം. ഇദ്ദേഹം സ്വരാജധാനിയുടെ സമീപത്തുള്ള പൂങ്കാവിൽ വെച്ച് ജ്ഞാനാദി ഷഡ്ഗുണ പരിപൂർണനും അതായത് എന്താ പറയുക, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളും പ്ലസ് അതേപോലെ വേണ്ടതൊക്കെ മനസ്സിലായോ. അപ്പോൾ ഭക്തിപൂർവം പൂജിച്ച് നിർമ്മലമായ ഏതൊരു ജ്ഞാനത്താൽ മഹാത്മാക്കൾ പരബ്രഹ്മത്തെ അറിയുന്നുവോ. ഏതൊരു അജ്ഞാനമില്ലാതെ കൊണ്ട് പരബ്രഹ്മത്തെ അറിയില്ല. എന്താ ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ? തന്നിലെ ചൈതന്യമാണ് അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമേവ ബ്രഹ്മം, അയമേവ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ. ഈ മഹാവാക്യങ്ങളെ ശരിക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആ ജ്ഞാനത്തെ പ്രാപിക്കും. ജ്ഞാനം പ്രാപിച്ചാൽ എല്ലായി. 26. തത്ര തത്ര ഗിരിസ്താസ്ത ഇതി വിശ്രുത വിക്രമാശ്രോഷ്യത്യാത്മാശിതാ ഗാഥാ പൃഥുപരാക്രമാം. ഇപ്രകാരം കീർത്തിക്കപ്പെട്ട വിക്രമങ്ങളോടുകൂടിയ മഹാപരാക്രമങ്ങളോടുകൂടിയ പൃഥു തന്നെ ആശ്രയിച്ചിരിക്കുന്ന പ്രബന്ധങ്ങളടങ്ങിയിട്ടുള്ള വാക്കുകളെ അവിടവിടെ കേൾക്കും. അതാണ് ലോകത്തെ എല്ലാ സ്ഥലത്തിലും പൃഥുചരിതം ഉണ്ടാവണം. ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതമൊക്കെ അറബിയിൽ പ്രിൻ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആൾക്കാർ എന്തോ ഒരു അമൃതം സേവിക്കുന്ന കൂട്ടത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേയോ നമ്മൾ മാത്രം പിന്നാക്കം പോവുക, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ. അത് മോശമാണ്. ഇനി പറയണു അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാം. ഇപ്രകാരം ലോകത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന മഹാപരാക്രമങ്ങളോടുകൂടിയ ഈ പൃഥുചക്രവർത്തി സഞ്ചരിക്കുന്ന അതാതു ദിക്കുകളിൽ തന്നെ ആശ്രയിച്ച് മഹാകവികൾ നിർമ്മിച്ചിരിക്കുന്ന പ്രബന്ധ കീർത്തനങ്ങളെ കേൾക്കും എന്ന് പറഞ്ഞു. 27 4 വരി ശ്ലോകമാണ്. ദിശോ വിജിത്യ പ്രതിരുദ്ധ ചക്ര സ്വതേജസ്തോത്പാദിത ലോകശല്യ സുരാസുരേന്ദ്രൈരുപഗീയമാനം മഹാനുഭാവോ ഭവിതാപതിർഭുവാം. മഹാനുഭാവന്മാരായി തീരണം തന്നെയാണ് സങ്കല്പം. അപ്പം എന്തായി അതിൻ്റെ ഇതിപ്പോൾ സത്യത്തിൽ 16ാം അധ്യായത്തിലെ അവസാന ശ്ലോകമായിരുന്നു, സാരമില്ല. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയാം. ആദ്യം ദിക്കുകളെ വിജയിച്ചിട്ട്, ദിഗ്വിജയം, തടസ്സമില്ലാത്തതായ
തടസ്സമില്ലാത്തതായ ആജ്ഞയോടുകൂടിയവനും. രാജാവിൻ്റെ ഏകഛത്രാധിപതിയായിരിക്കുന്ന പൃഥു മഹാരാജാവിൻ്റെ ആജ്ഞയ്ക്ക് എതിരില്ല. സ്വശക്തിയാൽ ഉൽപാദനം ചെയ്യപ്പെട്ട ലോകശല്യത്തോടു കൂടിയവനും സുരന്മാരിലും അസുരന്മാരിലും പ്രധാനികളായവരാൽ ഗാനം ചെയ്യപ്പെടുന്ന മഹത്തായ അനുഭവത്തോടു കൂടിയവനുമായ ഭൂമിയുടെ പാലകനായിട്ട് ഭവിക്കുന്ന. അപ്പോൾ സാക്ഷാൽ ശ്രീഹരി തന്നെയാണ് ഇദ്ദേഹം എന്ന് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം പ്രഭാവത്തെ വർണ്ണിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഈ മഹാരാജാവ് സർവ്വദിക്കുകളിലുമുള്ള സാമന്തന്മാരെ, പ്രഭുക്കന്മാരെ ജയിച്ചിട്ട് തൻ്റെ ആജ്ഞയെ സർവത്ര നിർബാധം അറിയിപ്പിക്കുന്നവനും സ്വപരാക്രമത്താൽ ലോകത്തെ ഉപദ്രവിക്കുന്ന ദുർജനങ്ങളെ നിശേഷം മൂലത്തോടുകൂടെ നശിപ്പിക്കുന്നവനും ദേവന്മാരിലും അസുരന്മാരിലും അധിപന്മാരുമായിരിക്കുന്നവരാൽ കീർത്തിക്കപ്പെടുന്ന മഹത്തായ അനുഭവത്തോടു കൂടിയവനുമായ ലോകപാലനായിട്ട് ഭവിക്കും എന്നാണ് ആശിസ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ കാമപ്രകരണേ ആവിഷ്ടഗുണനിരൂപണം നാമ ഷോഡശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി അടുത്തത് ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 17-ാം അധ്യായം ശ്ലോകം 1. മൈത്രേയ ഉവാച ഏവം സ ഭഗവാൻ വൈന്യാഖ്യാപിതോ ഗുണകർമ്മഭി ചന്ദയാ മാസദാൻ കാമേ പ്രതിപൂജ്യാഭിനന്ദ്യ ചാം. ഇപ്രകാരം ജ്ഞാനാദിപരിപൂർണനായ ആ പൃഥു ഗുണങ്ങളാലും കർമ്മങ്ങളാലും സ്തുതിക്കപ്പെട്ടവനായിട്ട് അവരെ അഭിനന്ദിച്ചിട്ടും പ്രതിപൂജിച്ചിട്ടും അഭീഷ്ടങ്ങളെ കൊണ്ട് സന്തോഷിപ്പിച്ചു. ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന ഇങ്ങനെ അവരവരുടെ അഭീഷ്ടങ്ങളെ കൊണ്ട് എന്തൊക്കെ ഇഷ്ടപ്രാപ്തി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ മൂലമൊക്കെ ഭഗവാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കെന്ത് വേണം? അതിൻ്റെ വാക്കാർത്ഥത്തിലേക്ക് പോകണം. മൈത്രേയൻ പറഞ്ഞു, വിശപ്പ് കൊണ്ട് തളർന്നിരിക്കുന്ന പ്രജകൾക്ക് ഉപജീവനദ്രവ്യത്തെ ജനിപ്പിക്കുന്നവനായിട്ട് ഭൂമിയുടെ നേരെ പരാക്രമത്തെ പ്രകാശിപ്പിച്ചപ്പോൾ ഭൂമിദേവി മഹാരാജാവിനെ സ്വസ്ത്രം ചെയ്തുവെന്ന കഥയെ 17-ാം അധ്യായത്തിൽ മൈത്രേയൻ വിതുരരോട് പറയുന്നു. എന്താണത്? വേനനിൽ നിന്ന് ജനിച്ച ഭഗവത് അവതാരമായ ആ ചക്രവർത്തി തൻ്റെ ഗുണങ്ങളെയും താൻ നടത്തുവാൻ പോകുന്ന കർമ്മങ്ങളെയും മേൽ വിവരിച്ച വിധം സ്വസ്ത്രരൂപേണ പ്രകാശിപ്പിച്ച സൂതമാഗതാദികളെ മധുരവാക്ക് കൊണ്ട് പറഞ്ഞു സന്തോഷിപ്പിക്കുകയും വസ്ത്രാലങ്കാരാദികളായ അഭീഷ്ട വസ്തുക്കളെ സമ്മാനിച്ച് സൽക്കരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഇനി 2-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? ബ്രാഹ്മണ പ്രമുഖാൻ വർണ്ണാൻ ഭൃത്യാ അമാത്യ പുരോധസ പൗരാൻ ജാനപാദാൻ ശ്രേണി പ്രകൃതി സമപൂജയത്. അതായത് പ്രകൃതിനെ പൂജിക്കാം, പ്രകൃതിയിൽ ആകൃഷ്ടനാവരുത്, പ്രകൃതിയുടെ നീന്താവാണ് നമ്മൾ ആകൃഷ്ടനാവുന്നത്. അപ്പോൾ പറഞ്ഞു ബ്രാഹ്മണ പ്രമുഖാൻ, ബ്രാഹ്മണർ മുഖ്യമായിരിക്കുന്ന ജാതികളെയും അമാത്യന്മാർ പുരോധസ്സുകൾ ഇവരെയും പട്ടണവാസികളെയും പൗരാൻ ജനപദങ്ങളിലുള്ളവരെയും സംഘങ്ങളെയും പ്രജകളെയും വേണ്ടതുപോലെ പൂജിച്ചു എന്നാണ്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. വേണ്ടതുപോലെ, ആസ് ഇറ്റ് ഈസ്. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാം. ബ്രാഹ്മണാദികളായ 4 ജാതിക്കാരെയും ഭൃത്യന്മാർ, മന്ത്രിമാർ, പുരോഹിതന്മാർ ഇവരെയും പട്ടണത്തിലിരിക്കുന്ന പ്രഭുക്കന്മാരെയും ഗ്രാമവാസികളെയും എണ്ണ, വെറ്റില മുതലായ സാധനങ്ങളെ വിൽക്കുന്ന കച്ചവട സംഘക്കാരെയും സാധാരണ ജനങ്ങളെയും ഉചിത സമ്മാനങ്ങളെ കൊണ്ട് സന്തോഷിപ്പിച്ചു എന്നാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്.
ഇനി അടുത്ത ശ്ലോകം 3 വിദുരാവാച. അപ്പോൾ പിന്നെ മൈത്രേയരുടെ വാക്കുകൾക്ക് മറുപടി പറയാണ്. എങ്ങനെയാണത്? കസ്മാദ്ധധാര ഗോരൂപം ധരിത്രി ബഹുരൂപിണി യാം ദുദോഹ പൃഥുസ്തത്ര കോവത്സോ ദോഹനം ചകിം. ബഹുരൂപത്തോടു കൂടിയ ഭൂമി എന്തു ഹേതുവായിട്ട് പശുരൂപത്തെ ധരിച്ചു യാതൊന്നിനെ പൃഥു ദോഹനം ചെയ്തു. അതിൽ ആരാണ് കുട്ടി? പാത്രം എന്താകുന്നു എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. വിദുരർ ചോദിച്ചു, ഗോരൂപം ധരിച്ച് ഭൂമിയെ പൃഥു ദോഹനം ചെയ്തുവെന്ന് സൂകമാഗതാദികൾ സ്തുതിരൂപേണ പറഞ്ഞുവല്ലോ. ബഹുരൂപങ്ങളെ പരിപ്പാൻ സമർത്ഥനായ ഭൂമിദേവി ഗോരൂപം ധരിപ്പാൻ എന്തു കാരണം? ആ ഗോവിനെ പൃഥു കറന്നുവല്ലോ. അപ്പോൾ കുട്ടിയുടെ സ്ഥാനത്തെ ആർ സ്വീകരിച്ചു? കറക്കുവാനുള്ള പാത്രം ഏതായിരുന്നു? ഇവയെല്ലാം കൂടാതെ കറക്കുന്ന കാര്യം സാധ്യമല്ലല്ലോ എന്നൊരു പ്രതീക്ഷ, അങ്ങനെ പറയാം. ഇനി 4ാമത്തെ ശ്ലോകം. പ്രകൃത്യാ വിഷമാദേവി കൃതാതേന സമാകഥം തസ്യ മേധ്യം ഹയം ദേവ കസ്യാഹേതോരപാപഹരത്. അതിൻ്റെ ഏകാർത്ഥം വാക്കാർത്ഥം പറയണു. ഭൂമി ചില ദിക്കിൽ താണും ചില ദിക്കിൽ ഉയർന്നും ഇരിക്കുന്നത് സ്വഭാവമായിരിക്കെ മഹാരാജാവ് അതിനെ സമനിരപ്പാക്കിയതെങ്ങനെ? അദ്ദേഹത്തിൻ്റെ പരിശുദ്ധമായ യജ്ഞാശ്വത്തെ ദേവേന്ദ്രൻ അപഹരിപ്പാൻ എന്തു കാരണം? ഇതാണ് തക്കതായ സമയത്ത് വിദുരര് മൈത്രേയ മഹർഷിയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥമാണ് ഇനി പറഞ്ഞത്. ഹേ സർവം അറിഞ്ഞിരിക്കുന്ന മുനെ, ഭഗവാന്റെ അവതാര സ്വരൂപനും ബ്രഹ്മജ്ഞന്മാര് ഉത്തമനുമായ സനൽകുമാര മുനിയിൽ നിന്ന് ബ്രഹ്മസാക്ഷാത്കാര പര്യന്തമുള്ള ജ്ഞാനം സിദ്ധിച്ച രാജർഷി ഏതൊരു വിധമായ സ്ഥിതിയെ പിന്നെ പ്രാപിച്ചു. ഇതാണ്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.